നമസ്കാരം. എൻ്റെ പേര് എബി മാത്യു. എൻ്റെ പേര് സെബിൻ മാത്യു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി DHS ഗവൺമെൻറ് സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ 2025-26 വികസിത ഭാരത വികസനത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ ഐഡിയയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഐഡിയ ആണ് ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് അഥവാ കൃത്രിമ പ്രകാശ സംശ്ലേഷണം. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശരശ്മികൾ സസ്യങ്ങളിലേക്ക് എത്തുകയും അവിടെ ഇലകളിൽ പാകം ചെയ്ത് പോഷകങ്ങളാക്കി മാറ്റുകയും എന്നതാണ് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളിൽ നടക്കുന്നത് നമ്മുടെ ആധുനിക യുഗത്തിൽ കൃത്രിമമായി ലാബുകളിൽ ചെയ്യുന്നതാണ് ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസിന്റെ രൂപരേഖയാണ് ഞങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇത് സൂര്യനാണ്. ഇത് സൂര്യനിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശരശ്മികളാണ്. ഈ പ്രകാശരശ്മികൾ സോളാർ എനർജി ക്യാപ്ചറിലേക്ക് അബ്സോർവ് ആവുന്നു. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശരശ്മികളിലെ ഇലക്ട്രോൺ H2-ൽ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്നു. ഇതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്ന ഭാഗം സൺലൈറ്റ് ക്യാപ്ചറാണ്. ഇത് ഓക്സിഡേഷൻ. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആണ്. ഇതിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് ആണ്. ജലതന്മാത്രയിൽ നിന്നും ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും വേർതിരിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഉപ ഉൽപ്പന്നമാണ് ഓക്സിജൻ. ഇതിലെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റിഡക്ഷൻ കാറ്റലിസ്റ്റ് ആണ്. ഇത് പ്രോട്ടോണിനെ ഹൈഡ്രജൻ ഗ്യാസ് ആക്കി മാറ്റുന്നു. കാർബൺ ഡയോക്സൈഡിന്റെ ഉപയോഗമുള്ള കെമിക്കൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇതിലെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് റിയാക്ഷൻ സെന്റർ ആണ്. ഇത് ഇലക്ട്രോണിനെ ഒഴുക്കിനെ സാധ്യമാക്കുന്നു. ഇതാണ് CH4 അഥവാ വാല്യൂ ആഡഡ് കെമിക്കൽ. അതായത് സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ സോളാർ എനർജി ക്യാപ്ചറിലേക്ക് അബ്സോർവ് ആവുന്നു. ഇതിലെ ഇലക്ട്രോൺസ് H2O ആവുന്നു. ഇത് നേരെ കാർബൺ ഡയോക്സൈഡ് ആയി മാറി സെൽസുകൾ രൂപപ്പെടുന്നു. അത് നേരെ CH4 ആവുന്നു അഥവാ വാല്യൂ ആഡഡ് കെമിക്കലായി മാറുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ്. ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിന് ഇൻപുട്സും ഔട്ട്പുട്സും ഉണ്ട്. ഇതിൽ ഇൻപുട്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ഉണ്ട്, H2O ഉണ്ട്, കാർബൺ ഡയോക്സൈഡും ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്സ് എന്ന് പറയുന്നത് ഓക്സിജനും സോളാർ ഫ്യൂലുമാണ്. ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടുകളായ ഓക്സിജനും സോളാർ ഫ്യൂലും ഉപയോഗിച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായി ഫോട്ടോസിന്തസിസ് രൂപീകരിക്കാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, മെഥനോൾ പോലുള്ള റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്നു. രണ്ടാമത്തേതായി പ്രകൃതിക്ക് ദോഷകരമായ കാർബൺ ഡയോക്സൈഡിനെ ഉപകാരപ്രദമായ കെമിക്കൽസും ഇന്ധനങ്ങളുമാക്കി മാറ്റുന്നു. ഇങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടുകളായ ഓക്സിജനും സോളാർ ഫ്യൂലും ഉപയോഗിച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായി ഫോട്ടോസിന്തസിസ് രൂപീകരിക്കാൻ പറ്റും. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, മെഥനോൾ പോലുള്ള റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്നു. രണ്ടാമത്തേതായി പ്രകൃതിക്ക് ദോഷകരമായ കാർബൺ ഡയോക്സൈഡിനെ ഉപകാരപ്രദമായ കെമിക്കൽസും ഇന്ധനങ്ങളുമാക്കി മാറ്റുന്നു. കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാവുന്നത് പോലെ വലിയൊരു വിപത്താണ്. അതിനൊരു പരിഹാരമായി ഇതിനെ കാണാം. ഇതിലൂടെ ക്ലീൻ എനർജി പ്രൊഡക്ഷൻ സാധ്യമാകും. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയം.